ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഈദ് വ്ളോഗാണ്. ഒരുപാട് ലേറ്റായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഇതാ തലേന്ന് മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ. എല്ലാം മൊത്തത്തിൽ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്താൽ വീഡിയോ ലെങ്തായി പോവും. അതുകൊണ്ട് തന്നെ പാർട്ട് 2ഉം 3ഉം ഒക്കെ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഫുഡൊക്കെ തറവാട്ടിലാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കസ്റ്റാർഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കസ്റ്റാർഡ് പൗഡറും പാലും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതാ പാലൊക്കെ തിളക്കാനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കും. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഷുഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. കസ്റ്റാർഡ് കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കുമ്പോൾ പഴം തീരെ പഴുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് കവറിൽ കെട്ടിയിട്ട് വെക്കുകയാണ്. എന്നിട്ട് രാവിലെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതാ ഇതിലേക്ക് അനാറും ഗ്രേപ്സും ആപ്പിളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേപ്പ് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ഇതാ കുറച്ച് കാഷ്യൂവും ആൽമണ്ടും കൂടെ കട്ട് ചെയ്തിട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തു. ഇനി എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇതാ ഹെന്ന ഇടാണ്. അപ്പോൾ ഇതാ കയ്യിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്റ്റെൻസിൽസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ കയ്യിലൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. നൈലിലും മാത്രം ഇട്ടിട്ടുള്ളായിരുന്നു. പിന്നെ ഇത് ഇതിൻ്റെ അന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് തന്നെ അതാ കിച്ചണിൽ വന്നിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ചായക്കുള്ള. ഇതാ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മിൽക്കും ഷുഗർ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ എനിക്ക് നല്ലൊരു പണി കിട്ടിയത്. ചായക്കുള്ള പാൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കേട് വന്നിട്ടുണ്ട് കേട്ടോ പാല്. പിന്നെ അതങ്ങനെ ഒഴിവാക്കിയിട്ട് പിന്നെ ഇതാ ഞാൻ ചായക്കുള്ള വെള്ളം വേറെ വെക്കലായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരുന്ന ആ ഒരു മിക്സും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുട്ടികളൊക്കെ പള്ളിയിൽ പോയതിനു ശേഷം ഞാൻ തറവാട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഏകദേശം ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരികെ പോന്നു. ജസ്റ്റ് എല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ച് നിലക്കൊന്ന് അടിച്ചു വാരിയിട്ട് പോയതായിരുന്നു കേട്ടോ. ഇനി ഒന്ന് മോപ്പിംഗ് ഒക്കെ ചെയ്യണം. പിന്നെ അതാ ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കണം.
ഇതാ നിലം കൂടെ ഒന്ന് മോപ്പ് ചെയ്തിടണം. അപ്പോൾ തലേന്ന് നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മോപ്പ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഇതാ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ തറവാട്ടിലേക്ക് പോവുകയാണ്. ഉമ്മാൻ്റെ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ സേമിയ പായസമായിരുന്നു കേട്ടോ. പിന്നെ ബീഫ് വരട്ടിയതും ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാ. പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ ഈദ് ഡ്രസ്സ് കാണിക്കാം. അപ്പോൾ ഈ ഒരു ചുരിദാറായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്കില്ലാത്തൊരു കളർ നോക്കിയിട്ട് വാങ്ങിയതായിരുന്നു. പിന്നെ ഇട്ടിട്ട് നല്ല കംഫർട്ടബിളായി തോന്നി. കാൻ്റെ ഡ്രസ്സും കുട്ടികളുടെ ഡ്രസ്സൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ആണുങ്ങളുടെ ഡ്രസ്സ് കാണാൻ അത്ര ആർക്കും ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അതാ ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കാരമൽ സെമിയ പായസമായിരുന്നു. അതൊക്കെ കുടിച്ചു. പിന്നെ അതാ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. ബക്കറ്റ് ബിരിയാണി, കുട്ടൻ ബിരിയാണി ആയിരുന്നു. അതാ നൈറ്റിൽ കുട്ടികളൊക്കെ പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പാർട്ട് 2, 3 ഉടനെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.